ഐഡിയ സ്റ്റാർ സിംഗറിന്റെ മേഖലയിട്ട് കടന്നു വന്നത് അതിന്റെ പ്രോത്സാഹനം അമ്മച്ചി തന്നെയാണ്. ഉറപ്പായിട്ടും എനിക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നത് രണ്ടും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. സെക്യുലറും അതേസമയം ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് എനിക്ക് ക്രൈസ്തവ മേഖലയിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. മറ്റേത് ഞാനൊരു 3-4 മണിക്കൂറത്തേക്ക് ആളുകളെ തുള്ളിക്കുന്നു, ആളുകളെ സന്തോഷിപ്പിക്കുന്നു. ആ ആളുകളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റമോ മെച്ചമോ ഞാൻ കൊടുക്കുന്നില്ല. ഒരാളുടെ ജീവിതത്തെ ദൈവം തൊഴുന്നെങ്കിൽ അതിന്റെ ഒരു ഭാഗമാകാൻ കഴിയുന്നതിൽ ഒരു വലിയ സംഭവമല്ലേ. അങ്ങനെ ആളുകൾ ഇളക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ പിന്നെ ചില പാട്ടുകൾ സ്പീഡിൽ പാടും, അതിനെ നമ്മൾ വർഷിപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യും. അപ്പൊ അതുവരെയും ചെയ്ത വർഷിപ്പല്ല. സ്പീഡ് പാട്ടുകൾ പാടിയാലേ വർഷിപ്പ് ആവത്തുള്ളൂ. ബാക്കിയുള്ളവരെ ആരാധിപ്പിക്കുന്ന കാര്യം നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നീ ആരാധിക്കുക. ഇത് നിന്റെയും ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു എക്സ്പ്രഷനാണ് വർഷിപ്പ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും പെട്ടെന്ന് പാടാൻ പറ്റുന്ന ഇറ്റ് വാസ് നോട്ട് വർഷിപ്പ്. അവിടെ ആരാധനയല്ല സംഭവിച്ചുകൊണ്ടിരുന്നത്. ഏതൊരു പബ്ബിലോ ബാറിലോ നടക്കുന്ന സെയിം സാധനം തന്നെയാണ്, ആ ഒരു സെയിം ഇമോഷൻ തന്നെയാണ് അവിടെ നടന്നിട്ട്. പാട്ടിന്റെ ഓളത്തിനൊത്തും ശരിയാണ്, നമ്മൾ കൈയടിച്ച് നമ്മൾ എന്താ പാടുന്നെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. വരികളിലൊന്നും നമ്മുടെ ഫോക്കസ് പോകുന്നില്ല. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എല്ലാവർക്കും ക്രോസ് മീഡിയ അപ്പോളജറ്റിക്സിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെയുള്ളത് ഇമ്മാനുവൽ ഹെൻറിയാണ്. ക്രൈസ്തവ കൈരളിക്ക് ഒരു മുഖപരിചയത്തിൻ്റെ ആവശ്യം ഇപ്പോഴില്ലാത്ത അനുഗ്രഹീത സംഗീത ശുശ്രൂഷകൻ വളരെ നന്നായി ക്രിസ്തീയ ഗാനങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടും, പാടുക മാത്രമല്ല ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് കൂടി പങ്കുവെക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ ഇമ്മാനുവലിനെ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് സംഗീത മേഖലയിലേക്ക് കടന്നു വന്നത്? ചെറുപ്പത്തിൽ തൊട്ടുള്ളൊരു അഭിരുചിയാണോ? എങ്ങനെയാണത്? ആദ്യമേ ഒരിക്കൽ കൂടെ ക്രോസ് മീഡിയ അപ്പോളജറ്റിക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. മേ ഗോഡ് ബി വിത്ത് യു. അവൻ്റെ നാമം എന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. സംഗീതപരമായിട്ട് മുമ്പോട്ട് വരുന്നത് ശരിയാണ്. വീട്ടിൽ പ്രത്യേകിച്ച് എൻ്റെ ഗ്രാൻഡ് മദർ, പുള്ളിക്കാരിയുടെ കുഞ്ഞിലെ കാലം മുതൽ ഈ പാട്ടിനോടുള്ളൊരു അഭിരുചിയുണ്ട്. അതായത് ഗ്രാൻഡ് മദറിൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സ് മുതൽ. പക്ഷെ അവരുടെ കാലങ്ങളിൽ പെൺപിള്ളേരൊന്നും പാട്ട് പാടാൻ വിടത്തില്ല. അന്നത്തെ കാലം ലൈക്ക് 1940s 50s ഒക്കെ. പക്ഷെ ആ സമയങ്ങളിൽ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ആഗ്രഹത്തെ ചെറുമക്കടെ കാലം വന്നപ്പം ഞാനായിരുന്നു ചെറുമക്കടെ കൂട്ടത്തിൽ ആദ്യത്തെ ആള്. അപ്പൊ ഞാൻ കുഞ്ഞിലെ ഈ ടി വിയിൽ കേൾക്കുന്ന ട്യൂണുകളും ഇതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് കൂടെ പാടുന്നത് കണ്ടപ്പം അമ്മച്ചിയുടെ ആഗ്രഹമായിരുന്നു അവനെ പാട്ട് പഠിപ്പിക്കാൻ വിടണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടുവന്ന എല്ലാം അമ്മച്ചിയാ. അപ്പൊ ആദ്യം കുഞ്ഞിലെ എന്റെ കൂടെ പാട്ട് ക്ലാസ്സിന് വരുന്നതൊക്കെ അമ്മച്ചിയാണ്. ഈവൻ ടിൽ എന്റെ +1 +2 കോളേജ് ഡേയ്സിലുള്ള മത്സരങ്ങൾക്ക് പോലും എന്റെ കൂടെ വരുന്ന അമ്മച്ചിയാ. എന്റെ പാരന്റ്സ് എന്റെ അക്കാഡമിക്സ് ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷെ എന്നാൽ അവർ സപ്പോർട്ടീവ് ആണ്. പക്ഷെ എന്റെ കൂടെ ഈ കാര്യങ്ങൾക്കെല്ലാം അമ്മച്ചിയോട്. അപ്പൊ കുഞ്ഞിലെ മുതൽ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത് പാട്ടിന്റെ ശൈലി, പാട്ടിന്റെ ആ ശാഖയിലേക്ക് എന്നെ പ്രോത്സാഹിപ്പിച്ചൊക്കെയും അമ്മച്ചി തന്നെയാണ്. ഈ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ മേഖലയിട്ട് കടന്നു വന്നത് അതിന്റെ പ്രോത്സാഹനം അമ്മച്ചി തന്നെയാണ്. ഉറപ്പായിട്ടും. കാരണം എനിക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു ഷോയിലോട്ട് പോകുന്നതിനോട്. കാരണം അതിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാട്ട് പാടുകയും അനങ്ങുകയും ആടുകയും പാടുകയും ചെയ്യുന്നവരോട്. കാരണം നമ്മൾ ഈ കലോത്സവങ്ങൾക്ക് എല്ലാവരും മൈക്കിന്റെ മുമ്പിൽ പോയി ഇങ്ങനെ നിന്ന് പാടുന്ന ഒരു സംഭവം. അപ്പൊ പാട്ടുകാരൻ പാട്ട് മാത്രം പാടിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ സംഗീതം ഒരു പെർഫോമൻസ് ആണെന്ന് ചിന്തിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ആവശ്യമില്ല. അതൊരു അതേപ്രസംഗമാണെന്നുള്ളൊരു ചിന്താഗതിക്കാരായിരുന്നു. പക്ഷെ ഈ ഷോയ്ക്കകത്തോട്ട് നമ്മളെ ഉന്തിത്തള്ളി വിടുന്നു, അതിനകത്ത് കയറുന്നു. കയറിയതിന് ശേഷമാണ് മനസ്സിലായത് ഇത് എത്രത്തോളം നമ്മുടെ പാട്ടിനെ കൂടെ എൻഹാൻസ് ചെയ്യും. അതായത് ആ പാട്ടിനൊത്ത് നമ്മൾ ആടുകയും പാടുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഇമോഷൻ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ഇതിലോട്ട് വരുന്നത് പിന്നെ ഷോ കഴിഞ്ഞ് പിന്നെ ഫുള്ളി ഒരു മ്യൂസിക് സൈഡിലോട്ട്. അതുവരെയും മ്യൂസിക് സൈഡായിരുന്നു, പഠിത്തമായിരുന്നു മെയിൻ. പിന്നെ നേരെ ഉൾട്ടയായി. പിന്നെ അങ്ങനെ മുമ്പോട്ട് പോവായിരുന്നു. ഞാൻ റീസെന്റ് ഇമ്മാനുവൽ ബ്രദർ പറയുന്ന കേട്ടു, ഇത് ഈ സിനിമ പാട്ടുകൾ പാടിയ ആ നിലയിൽ പാട്ടുകൾ പാടിയിരുന്നൊരു സമയമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വന്ന ആളാണെന്ന നിലയിൽ ചില വേദികളിൽ പറയുന്നത് അതൊന്നും വലിയ കാര്യമല്ല എന്ന നിലയിൽ പറയുന്നത് കേട്ടോ. അതെനിക്ക് ഭയങ്കര
ഇഷ്ടപ്പെട്ടൊരു വാചകമാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പം ഞാൻ കവിതകൾ കേൾക്കുന്ന ഒരാളാണ്, പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ക്രിസ്തീയ ഗാനങ്ങൾ നമുക്ക് ഉള്ളിൽ തരുന്ന ഒരു പ്രത്യാശയും സമാധാനമുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണോ അത്തരം ഒരു പ്രസ്താവന ആ ഒരു രീതിയിൽ പറഞ്ഞത്? നമ്മളിതിപ്പം എനിക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നത് രണ്ടും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. സെക്യുലറും അതേസമയം ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് എനിക്ക് ക്രൈസ്തവ മേഖലയിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ സെക്യുലറിൽ പാടിക്കൊണ്ടിരിക്കും, ശരിയാ, നമ്മൾ പൈസയും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം ശരിയാ. പക്ഷെ ഇപ്പോഴത്തെ സൈഡിൽ ഒരു ശുശ്രൂഷ ചെയ്യാൻ നിൽക്കുമ്പം നമ്മൾ ആ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് നിൽക്കുന്നു. അപ്പൊ ഞാൻ ഒരു സ്ഥാനാധിപതിയായിട്ട് ആ സ്ഥാനത്തിലാ ദൈവം എന്നെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. ഇന്ന് നീ എനിക്ക് വേണ്ടി ഇവിടെ ശുശ്രൂഷ ഞാൻ നിന്നെയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ദൈവം എന്നെ അവിടെ ആക്കി വെച്ചേക്കുക. അതൊരു വലിയ പദവിയല്ലേ? അപ്പം അത് അവിടെ ഇല്ല. എന്ന് പറഞ്ഞാൽ ഇതിനൊരു ശുശ്രൂഷയായിട്ട്, ക്രിസ്തുവിന്റെ സ്ഥാനാപതിയായിട്ട്, ക്രിസ്തുവിന്റെ അംബാസിഡർ ആയിട്ട് ഇതിലൂടെ സുവിശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നൊരു ചിന്ത സഹോദരനെ കൂടുതലായിട്ട് ഭരിച്ചു. ഞാൻ ചെയ്യുന്നതിനൊരു മൂല്യമുണ്ട്. മറ്റേത് ഞാനൊരു 3-4 മണിക്കൂറത്തേക്ക് ആളുകളെ തുള്ളിക്കുന്നു, ആളുകളെ സന്തോഷിപ്പിക്കുന്നു. ആ ആളുകളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റമോ മെച്ചമോ ഞാൻ കൊടുക്കുന്നില്ല. അവര് പിന്നെയും അവരെന്തായിരുന്നോ അതുപോലെ തന്നെ തിരിച്ച് അവരുടെ ജീവിതങ്ങളിലേക്ക് പോകുന്നു. അതൊരു താൽക്കാലിക ഫീലിംഗ് കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഇപ്പഴത്തെ അതല്ല സംഭവിക്കുന്നത്. ദൈവം ആരെയും തൊടും. നമ്മളിലൂടെ ദൈവം ശുശ്രൂഷിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളല്ല ശുശ്രൂഷിക്കുന്നത്. നമ്മളെ നിന്ന് പാടുന്നു, ശരിയാ, നമ്മൾ സംസാരിക്കുന്നു, പക്ഷെ ദൈവം ശുശ്രൂഷിക്കുന്നു. ഒരാളുടെ ജീവിതത്തെ ദൈവം തൊടുന്നെങ്കിൽ അതിന്റെ ഒരു ഭാഗമാകാൻ കഴിയുന്നതിൽ ഒരു വലിയ സംഭവമല്ലേ? എന്നോട് പറഞ്ഞ സംഗീത ശുശ്രൂഷ, അതിൽ ഒരു ശുശ്രൂഷയായിട്ട് അതിനെ പരിഗണിച്ച് ആ നിലയിൽ ചെയ്യുമ്പോൾ സുവിശേഷമാണ് പങ്കുവെക്കപ്പെടുന്നത്, ക്രിസ്തുവിനെയാണ് പങ്കുവെക്കുന്നത്, അതിലൂടെ പരിവർത്തനം ഉണ്ടാകുന്നുവെന്ന് മാലൂർ വിശ്വസിക്കുന്നത്. ആ നിലയിലാണ് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നതും, അല്ലേ? അതെ. അപ്പം നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഒരു പാറ്റേൺ നമ്മൾ എടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ പാട്ടുകൾ പാടുന്നു. ആ പാട്ടുകൾ പാടുന്ന പാട്ടിൻ്റെ ഒരു താളം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിന്റെ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ ആളുകൾ ഒരു ഗുമ്മെന്നൊക്കെ പറയാം, എന്ത് വാക്ക ഉപയോഗിക്കേണ്ടതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ആ ഒരു രീതിയിലേക്ക് അങ്ങനെ ആളുകൾ ഇളക്കേണ്ട കാര്യമുണ്ടോ? തീർച്ചയായും ആവശ്യമില്ല. കാരണം ഞാൻ ഈ ഫീൽഡിൽ വരുമ്പം എനിക്ക് അങ്ങനെ ഈ ഒരു പ്രത്യേകിച്ച് ഒരു പാരമ്പര്യം പറയാനൊന്നും എനിക്കില്ല. ശരിയാ, ഒരു വിശ്വാസ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടെങ്കിലും എൻ്റെ കുടുംബം മുമ്പ് വി വർ ഫ്രം കാത്തലിക്സ്. അവിടെ നിന്ന് നമ്മൾ രക്ഷയുടെ മാർഗത്തിലേക്ക് വന്ന ഒരു ഫാമിലി. അപ്പം ഇവിടെ ഫസ്റ്റ് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ടായിരുന്നു. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളൊരു കൺവെൻഷന് പോകുന്നു. ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ നമ്മൾ പാട്ടുകൾ പാടുന്നു. നമ്മളൊരു സ്ഥിരം രീതിയാണ്. ഈ 1.5 മണിക്കൂർ കഴിയുമ്പം നമ്മൾ പിന്നെ ചില പാട്ടുകൾ സ്പീഡിൽ പാടും. അതിനെ നമ്മൾ വർഷിപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യും. അപ്പൊ അതുവരെയും ചെയ്ത വർഷിപ്പല്ല. ശരിക്കും പറഞ്ഞു വർഷിപ്പ് ലീഡർ എന്നുള്ള പ്രയോഗം തന്നെ ആ നിലയിൽ നമ്മൾ ലീഡ് ചെയ്യുന്നത് പറയാവുള്ളൂ. അതെ. അപ്പം അത് മാത്രം എങ്ങനെ ഇപ്പൊ സ്പീഡ് പാട്ടുകൾ പാടിയാലേ വർഷിപ്പ് ആവത്തുള്ളൂ. അപ്പൊ ഞാൻ ഇതെല്ലാം ഒരു കൊച്ചു കുട്ടിയെ പോലെ നിന്ന് ആദ്യ കാലങ്ങളിൽ ഇത് കാണാം. അപ്പൊ ഓക്കെ, സ്പീഡ് പാട്ട് പാടിയാലേ വർഷിപ്പ് ആവത്തുള്ളൂ, എന്നാലേ ജനം കൈയടിക്കത്തുള്ളൂ, എന്നാലേ ജനം ആരാധിക്കത്തുള്ളൂ. അപ്പം എങ്ങനെ ജനത്തെ ആരാധിപ്പിക്കാം എന്നുള്ള കാര്യം ഇങ്ങനെ ഞാൻ ഇപ്പൊ നമ്മുടെ കൂട്ടുകാർ ആരാധനയെയും കൈയടിയിലേക്ക് പരിമിതപ്പെടുത്തുകയാണെന്നൊരു ആ കാഴ്ചപ്പാട് പറഞ്ഞ അറിവില്ലായ്മയിൽ ചെയ്യുന്നതാണ്. അപ്പൊ സ്ലോ പാട്ട് പാടിയാൽ അതിനകത്ത് ആരാധന വരത്തില്ല. അപ്പൊ ആ ഒരു ചിന്ത ഇങ്ങനെ പഠിച്ച് പക്ഷെ ദൈവം ഓരോ സംഭവങ്ങളിൽ ഓരോ ലെസൺസ് ആരെങ്കിലും കൂടെയൊക്കെ തരും. അല്ലെങ്കിൽ നമ്മൾ വചനം പഠിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ചു തരും. അങ്ങനെയല്ല. അല്ലെങ്കിൽ ചില ആൾക്കാരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വിടും പറഞ്ഞു തരാനായിട്ട്. അങ്ങനെ ചില ആൾക്കാർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആൾക്കാരെ ആരാധിപ്പിക്കേണ്ട കാര്യമില്ല. എന്നോട് ഒരു വ്യക്തി, ദൈവം അയച്ച ഒരു വ്യക്തി, ഞാൻ ആരുടെയും പേര് ഈ ഇന്റർവ്യൂവിൽ പറയത്തില്ല, അയാൾ എന്നോട് പറഞ്ഞത്, നിനക്ക് ആരാധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ എങ്ങനെ ബാക്കിയുള്ളവരെ ആരാധിപ്പിക്കും? ബാക്കിയുള്ളവരെ ആരാധിപ്പിക്കുന്ന കാര്യം നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നീ ആരാധിക്കുക എന്നുള്ളത്. ഇത് നിന്റെയും ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു എക്സ്പ്രഷനാണ് വർഷിപ്പ്. അത് സംഭവിക്കുന്നില്ലെങ്കിൽ there is something wrong with your relationship.
അപ്പൊ ആദ്യം അത് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊരു പെർഫോമൻസ് അല്ല. ഇതൊരു ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷയിലൂടെ ആളുകൾക്ക് പരിവർത്തനം ഉണ്ടാകണം. ഇത് പറഞ്ഞു വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ സംഗീത പ്രോഗ്രാമുകൾ നടത്തി കഴിഞ്ഞോ അല്ലെങ്കിൽ കൺവെൻഷനുകളിൽ പാടിയോ ഒക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ആളുകൾ ക്രിസ്തുവിങ്കിലേക്ക് വരുന്നൊരനുഭവം പാട്ട് കേട്ട് അങ്ങനെ വന്ന് പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാട്ടുകൾ ആളുകളെ ടച്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് സോങ് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള പല മെസ്സേജുകളും അല്ലെങ്കിൽ പലരും നേരിട്ട് വന്ന് സംസാരിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ നമ്മുടെ പഴയ കാലത്തൊക്കെ എൻ്റെ ചില കസിൻസ് ചില സുഹൃത്തുക്കളൊക്കെ ഈ നമ്മുടെ പരസ്യങ്ങൾ കവലപ്രസംഗങ്ങളിൽ പാട്ടൊക്കെ കേട്ട് രക്ഷിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സംഗീതത്തിന് അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ അത് പരാജയമാണ്, ആളുകൾ രക്ഷയിലേക്ക് നയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ. അപ്പോൾ സംഗീതം ഒരു പെർഫോമൻസ് അല്ല എന്നുള്ളത് സഹോദരൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേദികളിൽ ഇത് ആ ഒരു നിലയിലാണ് കാണുന്നത്, ആളുകൾ അങ്ങനെ ചിന്തിപ്പിക്കുന്നു. അപ്പോൾ ഈ പാട്ടുകൾ പാടാൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിലുള്ള ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ള ദൈവശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത് ക്രിസ്ത്യൻ വിശ്വാസത്തെ ഏത് നിലയിലാണ് പ്രതിഫലിപ്പിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിന് പോകുമ്പം ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നു ഏതൊക്കെ പാട്ടുകളാണ് പാടുന്നത്. ഇപ്പോൾ നമ്മൾ മിക്കവാറും ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ച് പല ഇടങ്ങളിലും പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ചെയ്യുമ്പം ആദ്യം മനസ്സിലൊരു തീം ഉണ്ടാക്കും. നമ്മൾ എങ്ങോട്ടാ ലിസണറിന് നമ്മൾ കുറേ ആദ്യകാലങ്ങളിൽ നമ്മുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടി കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. നമ്മൾ കടിച്ചാൽ പൊട്ടാത്ത പാട്ടുകൾ, ക്ലാസിക്കലായിട്ടുള്ള. പക്ഷെ ഇപ്പം ദൈവം തികച്ചും വേറൊരു പെർസ്പെക്റ്റീവ് വന്നു. പാട്ടുകളിലൂടെ എങ്ങനെ നമുക്കൊരു മെസ്സേജ് കൺവേ ചെയ്യാം. കാരണം പല പാട്ടുകളിലും പല തീമുകളുണ്ട്. അപ്പം നമുക്ക് കണക്ട് ചെയ്ത് ഇതിനിടയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പം നമ്മുടെ ടെസ്റ്റ് മണീസ് ഷെയർ ചെയ്യും. അതേസമയം വചനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് നേരെ പാട്ടിലൂടെ ഉറപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കും. ഫൈനലി നമ്മളൊരു പ്രത്യാശയെങ്കിലേക്കും അല്ലെങ്കിൽ ഒരു അർപ്പണത്തിലേക്കും ജനത്തെ കൊണ്ടുപോകുന്ന കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു മെസ്സേജ് പറയാൻ കഴിയണം ആ പാട്ടിന്റെ സെലക്ഷനിലൂടെ. അല്ലാതെ കുറച്ച് സംഗീതം മ്യൂസിക്കലായിട്ട് നമുക്കൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞൊരു ഗുമ്മുണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ നമ്മളൊരു ഓളം ഉണ്ടാക്കുന്ന രീതി ശരിയാ. അവസാനം ജനം പറഞ്ഞേക്കാം മോനെ അടിപൊളി, നല്ല അത് സെക്കുലറിൽ അടിപൊളി എന്ന് പറയുന്നത്. നമ്മുടെ ഗോസ്പൽ സൈഡിൽ വരുമ്പോൾ മിക്കവാറും പറയും നമ്മുടെ വൊക്കാബുലറി അനുസരിച്ച് മോനെ എന്ന് ഭയങ്കര ദൈവസാന്നിധ്യം. ആക്ച്വലി ദൈവസാന്നിധ്യം അല്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാന്നിധ്യം. നിങ്ങൾ ആ കേട്ടയാള് ആ മ്യൂസിക്കിൽ ഇംപ്രസ്ഡ് ആയിരുന്നു. ആ ഇംപ്രഷനിൽ പുള്ളിക്ക് എന്തോ ഒരു സംഭവം, ഒരു ട്രാൻസ് അല്ല, ഒരു താൽക്കാലിക ഇമോഷണൽ അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടായി. ഇത് ഗോസ്പലില് നമ്മൾ സെക്കുലറിൽ ചെയ്തോണ്ടിരുന്നതാ. നമ്മൾ ആളുകളെ തുള്ളിക്കൊണ്ടിരുന്നത് എങ്ങനെയാ? നമുക്കറിയാം എങ്ങനെ മ്യൂസിക്കലി മാനിപ്പുലേറ്റ് ചെയ്താൽ എങ്ങനെ ഇത് റീച്ച് ചെയ്യുന്നു. സത്യത്തിൽ കൺവെൻഷൻ വേദികളിൽ പാടുന്ന നമ്മുടെ ഗായകർക്ക് ഇത് കൃത്യമായിട്ട് അറിയാം അല്ലെ? ഈ സൈക്കോളജി എങ്ങനെ പാടിയാൽ ഏത് രീതിയിൽ കൃത്യമായിട്ട് അറിയാം. എങ്ങനെ ഇത് കയറ്റി വെച്ചാൽ ഇത് എവിടം വരെ പോകും, എങ്ങനെ ആളുകളുടെ ആ മനോനിലയെ അത് സ്വാധീനിക്കാൻ പറ്റും. നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് കൺവെൻഷൻ വേദികളിൽ വർഷിപ്പ് നല്ല കത്തി കയറുമായിരിക്കും. ആ സമയത്ത് പവർ പോയിട്ട് അതുവരെ തുള്ളിക്കൊണ്ടിരുന്ന ആൾക്കാര് സ്വിച്ച് ഓഫ് ആയതുപോലെ നിൽക്കുന്ന നമ്മൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഇറ്റ് വാസ് നോട്ട് വർഷിപ്പ്. അവിടെ ആരാധനയല്ല സംഭവിച്ചുകൊണ്ടിരുന്നത്. ഏതൊരു പബ്ബിലോ ബാറിലോ നടക്കുന്ന സെയിം സാധനം തന്നെയാണ്, ആ ഒരു സെയിം ഇമോഷൻ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാട്ടിന്റെ ഓളത്തിനൊത്തും ശരിയാണ്, നമ്മൾ കൈയടിച്ച് നമ്മൾ എന്താ പാടുന്നതെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. വരികളിലൊന്നും നമ്മുടെ ഫോക്കസ് പോകുന്നില്ല. അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ കൺവെൻഷനുകളിൽ, നമ്മുടെ സംഗീത ശുശ്രൂഷകളിൽ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ടീമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഉണ്ട്. ആ ടീമിന്റെ ഭാഗമായിട്ട് യൂട്യൂബിലേക്ക് ചെയ്യുന്ന വീഡിയോസ്, പാട്ടിന്റെ വീഡിയോസ് ഒക്കെ ആളുകളിലേക്ക് കൂടുതലായിട്ട് എത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഴയ പാട്ടുകൾ കൂടുതലായിട്ട് ഇപ്പോൾ പാടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാ, പഴയ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം, അതോ പുതിയ പാട്ടുകളാണോ, അത് ഇത് ബാലൻസിങ് ആയിട്ടാണോ, എങ്ങനെ ചിന്തിക്കുന്നത്? എനിക്കും എന്റെ വൈഫിന് ഞങ്ങൾക്ക് കൂടുതലും പഴയ പാട്ടുകളോടാണ് കുറച്ച് ചായ്വ് കൂടുതൽ. പുതിയ പാട്ടുകൾ മോശമെന്നല്ല, പുതിയ പാട്ടുകളിൽ വിരലിൽ എണ്ണാവുന്ന ചില പാട്ടുകളേ ഉള്ളൂ നമുക്ക് അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നു. എന്ന് വെച്ചാൽ ലിറിക്കൽ കണ്ടന്റിൽ അത്രയും നമുക്കൊരു മെസ്സേജ് പറയാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടോ അതിനകത്ത്? പഴയ പാട്ടുകളിൽ നമുക്കൊരു പാട്ട് മതി ഒരു ഫുൾ മെസ്സേജ് പ്രിപ്പയർ ചെയ്യും. എന്ന് പറഞ്ഞൊരു പാട്ടിൽ മെസ്സേജ് ഉണ്ട്. അത് വേണമെങ്കിൽ ആ പാട്ട് 2-3 തവണ പാടി അത് പോസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മെസ്സേജ് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓൾട്ടർ കോൾ കൊടുക്കാൻ പറ്റും ചില പഴയ പാട്ടുകളിൽ. പക്ഷെ ഇന്നത്തെ പാട്ടുകൾ കൂടുതലും വികാരപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്.
കൂടുതലും കണ്ടിട്ടുള്ളത്. പാട്ടിന് വേണ്ടി പാട്ടുണ്ടാക്കുന്നു എന്നാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത്. അതെ അതെ പഴയ പാട്ടുകളുടെ ഒരു തീവ്രത, അതിൻ്റെ ഒരു അനുഭവങ്ങളൊന്നും നമ്മൾ ഇപ്പോഴും കാണുന്നില്ല. വേർഡിന്റെ ഡെപ്ത് ഉണ്ട്. അതെ അതെ. പക്ഷെ ഇന്നത്തെ ഇല്ലെന്നല്ല ഞാൻ അങ്ങനെ അടച്ചു പറയുന്നത്. ഇല്ലല്ലോ, ഉള്ള പാട്ടുകളുണ്ട്, വളരെ വിരളമായിട്ട്, പഴയതിനെ അപേക്ഷിച്ച് കുറവാണെന്ന് മാത്രം. അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും പെട്ടെന്ന് പാടാൻ പറ്റുന്ന ഒരു പാട്ട്, അതിൻ്റെ ഒരു 2 വരി പാടാമോ? ഞാൻ ഇമ്മാനുവൽ ഇൻട്രിയെ കൊണ്ടുവന്നിട്ട് പാട്ട് പാടിയില്ല എന്ന് പറഞ്ഞാൽ അയ്യോ. എന്റെ സമ്പത്തൊന്ന് ചൊല്ലുവാൻ, അതില് ചില വരികൾ പാടുമ്പോ ശരിക്കും പറഞ്ഞ എന്റെ കിടന്ന് കിടുങ്ങും, ഭയങ്കര ഇമോഷണൽ ആവും നമ്മള്. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു, സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. അതെ അതെ. ഈ പാട്ട് എല്ലാവരെയും സ്വാധീനിച്ചിട്ടുള്ള പാട്ടാണ്, നമ്മളെല്ലാവരെയും ആകർഷിച്ചിട്ടുള്ള പാട്ടാണ്. ശ്രുതി വലിയൊരു സംഗീത പാരമ്പര്യമുള്ള അല്ലേ? കോട്ടയം തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറിന്റെ പ്രസംഗങ്ങളിൽ ചിലപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, കോട്ടയം ജോയി. കൃഷ്ണൻകുട്ടി സാറിന്റെ കൂടെ ആയിരുന്നു ആദ്യത്തെ കുറെ നാളുകളിൽ. പരസ്യത്തിനൊക്കെ കൂടെ ഞാൻ കൊണ്ടുപോകുമായിരുന്നു പപ്പായെ. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറിന്റെ അവസാന സമയങ്ങളിൽ ഞാൻ പോയി ഇങ്ങനെ കാണാനൊക്കെ ഇടയായി. അദ്ദേഹം ചെയ്ത അപ്പോളജറ്റിക്കൽ മിനിസ്ട്രിയുടെ ഒരു പിന്മുറക്കാരാണ് ഞങ്ങൾ പലരും. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തെ പോയി കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ശ്രുതിയും ഈ ഒരു കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? സംഗീതത്തെ സംബന്ധിച്ച് എനിക്ക് ഒരാളുടെ വിവാഹം അല്ലെങ്കിൽ ഒരു മാരേജ് ഒരാളുടെ സ്പിരിച്വാലിറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യും. തീർച്ചയായും അതാണ് എനിക്ക് സംഭവിച്ചത്. ആ കുടുംബമായിട്ടുള്ള കണക്ഷൻ വന്നപ്പം ആക്ച്വലി ഈ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയുടെ ഡെപ്ത് എന്തോരം ഉണ്ടെന്ന് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിനെന്തോരം സീരിയസ്നെസ് ഉണ്ട്, ദൈവം എത്രത്തോളം സീരിയസ് ആയിട്ടാണ് കാണുന്നത്. ഇത് വെറുതെ ചുമ്മാ പാട്ട് പാടുകയല്ല, വചന ശുശ്രൂഷ ചെയ്യുന്നത് പോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ചില സ്നേഹിതരൊക്കെ ഉണ്ട്, പാട്ട് പാടുന്ന ആളുകളുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ പ്രസംഗിക്കാൻ പഠിപ്പിക്കാൻ അങ്ങനെ പോകുന്ന പലരെയും ആ നിലയിൽ സംബോധന ചെയ്യുമ്പോൾ സംഗീത ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ സുവിശേഷകൻ എന്ന സംബോധന ചെയ്യാൻ പോലും പലപ്പോഴും നമ്മുടെ ആളുകൾ മറക്കുന്നുണ്ട്. അപ്പം സത്യത്തിൽ സുവിശേഷം ആണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സംഗീതത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെ വരുന്നത് ഇപ്പോൾ പ്രസംഗത്തിലാണെങ്കിലും സുവിശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാതെ ഇരിക്കുന്നുണ്ട്. തീർച്ചയായും അതെ, ഇരിക്കുന്നുണ്ട്. അപ്പം സംഗീത ശുശ്രൂഷകരെ ആ നിലയിലൊരു 2ാം നിരക്കാരായിട്ടോ അല്ലെങ്കിൽ പെർഫോമൻസ് ചെയ്യാനുള്ള ആളുകളായിട്ടോ ആളുകളെ കൂട്ടുന്നവരായിട്ട് മാത്രമാണ് ഞങ്ങളെ പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ കാണുന്നത്. അല്ല, അതിന് ഞാൻ നിങ്ങളെ മൊത്തത്തിൽ പറയല്ല, നിങ്ങളിൽ ചിലരും അതിൽ വഴി വെക്കുന്നുണ്ടെന്നുള്ളൊരു വാസ്തവമല്ലേ? ഉണ്ട്. ഇപ്പം എന്താ പറയുന്നത്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒത്തിരി നമുക്ക് ദുഃഖം ഉണ്ടാകുന്ന കാണുമ്പോൾ ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. നമ്മളെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുമ്പോഴും ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സംഗീതക്കാർക്ക് തന്നെ അവരുടെ മൂല്യം അറിയത്തില്ല. നമ്മുടെ ശുശ്രൂഷ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പൊ കുഞ്ഞുനാളിലെ ചിലപ്പോൾ നമ്മൾ ചർച്ചിൽ പാടി തുടങ്ങിയിട്ടുണ്ടാവും. ജസ്റ്റ് നന്നായി പാടുന്നു എന്നതുകൊണ്ട് യു മേ നോട്ട് ബി ഫിറ്റ് ഫോർ ദ മിനിസ്ട്രി. നമ്മൾ നല്ലൊരു പാട്ടുകാരനായിരിക്കാം, ദൈവം ആ താരം തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊരു മിനിസ്ട്രി ആവുന്നത് നമ്മൾ ഇത് ശരിക്കും ഒരു ദൈവികമായിട്ടുള്ള ശുശ്രൂഷ എന്ന് എണ്ണുമ്പോഴാണ്. നമ്മൾ കുറെ ശരിയാ, നമ്മൾ ആദ്യത്തെ കാലങ്ങളിൽ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ചെന്ന് പാട്ട് പാടും, ആരെങ്കിലും നറേഷൻ പറയാനുണ്ടാവും, പാട്ട് പാടും, ഇറങ്ങിപ്പോകും. പിന്നെ അടുത്ത ആൾ നറേഷൻ പറയുന്നു, പാട്ട് പാടും, ഇറങ്ങിപ്പോകും. നമ്മളെ ശുശ്രൂഷ ഒന്നും ചെയ്യുന്നില്ല അവിടെ. നമ്മൾ വെറുതെ അവിടെ ചെന്ന് ആ പാട്ട് ഫില്ല് ചെയ്യുന്നു, ആളുകൾ ഇങ്ങനെ കുറച്ച് ചെന്ന് ആസ്വദിച്ചു, നമ്മൾ തിരിച്ചു. നമ്മൾ ചിലപ്പോൾ ആ ടേം ചെയ്തു അത് മിനിസ്ട്രി ആയിട്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ എന്താ സംസാരിക്കണം, നമുക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു 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 കെൽപ്പ് ഉണ്ടാവണം. കാരണം നമ്മുടെ ഉള്ളിൽ വേർഡ് ഇല്ലെങ്കിൽ
നമുക്ക് പാട്ടിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ശരിയാ, നമ്മൾ നമ്മുടെ താലന്തിനെ പ്രസന്റ് ചെയ്യും. പക്ഷെ നമുക്ക് ആ ഇപ്പൊ എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ എന്ന പാട്ട് പാടുമ്പോ പോലും ചാവിനെ വെന്നുയർത്തവൻ വാനലോകം അതിൽ ചെന്നും സാധു എന്നെ ഓർത്ത് നിത്യം ദാതനോട് യാചിക്കുന്നു. സിമ്പിൾ ഇത്രേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഡെപ്ത് മനസ്സിലാവാതെ അത് പാടിയാൽ അത് ചെന്ന് ഹിറ്റ് ചെയ്യേണ്ടടുത്ത് ഹിറ്റ് ചെയ്യത്തില്ല. അതെ, തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പഴയ നിയമത്തിലും പഴയ നിയമം മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ, പഴയ നിയമത്തിൻ്റെ ഒരു ദൈവശാസ്ത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ സംഗീതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മോശയുടെ കാലത്തുണ്ട്, ദാവീദിന്റെ കാലത്തുണ്ട്, ദൈവാലയത്തിൽ പോലും സംഗീതത്തിന് വലിയ പ്രാധാന്യം. അതെ അതെ അതെ, നിപുണന്മാരുണ്ടായിരുന്നു. അതെ, പ്രവാചകന്മാരുടെ കാലത്തുണ്ട് സംഗീതത്തിന് പ്രാധാന്യം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹയൊക്കെ ആ നിലയിൽ പാടുന്നതും യേശുവിൻ്റെ അമ്മയായി മറിയ പാട്ട് പാടുന്നതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ആ പാട്ടിന് സംഗീതത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, അതുപോലെ തന്നെ നമ്മളെ ബലപ്പെടുത്തുവാൻ എന്ന് മാത്രമല്ല ആളുകളെ രക്ഷയിലേക്ക് നയിക്കുവാൻ സംഗീതത്തിന് കഴിയും. അപ്പം ഈ നിലയിൽ എൻ്റെ ഒരു പേഴ്സണലി ആയിട്ടുള്ളൊരു ചിന്ത എന്നാന്ന് പറഞ്ഞാൽ, സംഗീതത്തെ അല്ലെങ്കിൽ സംഗീത ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ കേവലം പെർഫോമൻസ് ചെയ്യുന്ന ആളുകളായിട്ട് അങ്ങനെ ഒഴിവാക്കി നിർത്താൻ പറ്റുന്ന ആളുകളല്ല. സുവിശേഷം നിങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പം ഈ കൺവെൻഷനുകളിലൊക്കെ പാടുന്ന ആളുകൾ അല്ലെങ്കിൽ സംഗീത സായാഹനം എന്ന് പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഈ ആളുകൾ പലരും അത് ചിന്തിക്കുന്നില്ല. വിളിക്കുന്നവരും ചിന്തിക്കുന്നില്ല, പാടുന്നവരും ചിന്തിക്കുന്നില്ല എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ പങ്കെടുത്ത് അതൊരു വെല്ലുവിളിയായിരുന്നു. അങ്ങനെ പോയി പങ്കെടുത്തതും അവിടെ പാട്ട് പാടിയതും ആ നിലയിൽ മുന്നോട്ട് പോയത്. എൻ്റെ കുടുംബത്തിന്റെ സൈഡിൽ യാതൊരു അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം കുഞ്ഞിലെ മുതൽ ഞാൻ പഠിച്ചത് കർണാട്ടിക് മ്യൂസിക്കാണ്. കർണാട്ടിക് മ്യൂസിക് തികച്ചും ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അന്ന് ഞാൻ പാടിയിരുന്ന എന്താണെന്ന് അറിയാതെ, മീനിങ് അറിയാതെ ഞാൻ പല അന്യദൈവങ്ങളെയും സ്തുതിച്ചുകൊണ്ടാണ് ഞാൻ ആ കീർത്തനങ്ങളൊക്കെയും ഇറ്റ് ഈസ് എ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ. തീർച്ചയായിട്ടും പഠിക്കുമ്പം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതെല്ലാം അന്യദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളൊക്കെയാണ് പാടുന്നത്. ഇന്ന് അതെനിക്ക് പാടാൻ പറ്റത്തില്ല. പാടാൻ പറ്റാത്തതിന് കാരണം ഞാൻ നിഷിദ്ധമെന്ന് വെച്ചിരിക്കുന്നത് മാത്രമല്ല, എനിക്കത് പറ്റത്തില്ല. എനിക്ക് കാരണം എൻ്റെ അലയൻസും എൻ്റെ അലീജിയൻസും എൻ്റെ ദൈവത്തോടാണ്. അപ്പൊ എൻ്റെ നാവിന്മേൽ അത് എടുക്കാനേ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ ഇന്ന്. അപ്പം അന്ന് അതെല്ലാം കഴിഞ്ഞ് അപ്പൊ സ്റ്റാർ സിംഗറിൽ വരുന്നൊന്നും വലിയ കാര്യം, ഒരു വിഷയമൊന്നും അല്ലായിരുന്നു. ഞാൻ ആയിരുന്ന ചർച്ചിലും അതൊന്നും വിഷയമല്ലായിരുന്നു. സ്റ്റാർ സിംഗറെ കഴിഞ്ഞ് ഞാൻ ഈ പ്രോഗ്രാമുകളായിട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഓരോ പ്രോഗ്രാമുകൾക്ക് ചെല്ലുമ്പം അവിടെയുള്ള പ്രാസംഗികരുടെ പ്രസംഗങ്ങളെല്ലാം കേൾക്കും. ഞാൻ ഓരോ പ്രോഗ്രാമിനും ഞാൻ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചാണ് ഞാൻ പോകുന്നത്. പിന്നെ അങ്ങനെയാണ് പഠിച്ച് ഫൈനലി എൻ്റെ വിവാഹത്തിലേക്ക് എത്തിയപ്പോഴാണ് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണെന്നും ദൈവം ഇത് എത്രത്തോളം സീരിയസ് ആയിട്ട് കാണുന്നതാണെന്നും മനസ്സിലാക്കുന്നു. അപ്പം നമ്മൾ തുച്ഛമായിട്ട് കാണരുത്. വെറുതെ ഞാനൊരു പെർഫോമർ അല്ല, ഞാനൊരു മിനിസ്റ്ററാണ്. അപ്പം അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും ദൈവം ഈ ഏൽപ്പിച്ച വേലയെ ഓണർ ചെയ്യണം, അതിനെ ആ റെവറൻസിൽ കാണണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ദൈവം മനസ്സിലാക്കി തന്നു, അല്ലെ എനിക്കെന്ന് പറയാനൊന്നുമില്ല. ഇപ്പം ചില എസ്പെഷ്യലി കൺവെൻഷൻസ് നമ്മളിപ്പം ഒരു വെഡ്ഡിങ്ങിന് പാടാൻ പോകുന്നത്, കല്യാണങ്ങൾക്ക് പാടാൻ പോകുമ്പം ഞാൻ ഒരു ഫാമിലിയെയും ഞാൻ കുറച്ച് കാണുന്നതല്ല. ചിലർ ചോദിക്കും, വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ റിസപ്ഷനും കുറച്ച് പാട്ടുകൾ പാടാമോ? ഇത് രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആണ്. വി ആർ നോട്ട് എന്റർടൈനേഴ്സ്. ആളുകൾ ഭക്ഷണം കഴിക്കുമ്പം പാടുന്ന പാട്ടുകാരല്ല ഞങ്ങള്. വി ഹാവ് ബിക്കം മിനിസ്റ്റേഴ്സ്. ദൈവം ആ പോസ്റ്റിൽ ഞങ്ങളെ നിർത്തിയിരിക്കുക. ആരെങ്കിലും അന്ന് ശുശ്രൂഷകനെ ആവശ്യപ്പെടുന്നവരോട് ആ നിലയിൽ പറഞ്ഞിട്ടുണ്ടോ? പറയാറുണ്ട്. പക്ഷെ ചിലരോട് അത് പറയുമ്പം അത് പിന്നെയും അതൊരു കയ്പിന്റെ രൂപത്തിലോട്ട് മാറുമ്പം നമ്മൾ പിന്നെ അത് ഓക്കെ വിട്ടേക്കാന്ന് വിചാരിച്ചു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സ്നേഹവും സമാധാനവുമാണ് ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത്. നമ്മൾ ക്രൈസ്തവരാണ്, നമ്മൾ ആ രീതിയിൽ തന്നെ പോകണം. പക്ഷെ പറയാനുള്ള വേദികളിൽ ഞാനത് പറയും. ഞങ്ങൾ മിനിസ്റ്റേഴ്സ് ആണ്. നമ്മളാരും പറയത്തില്ലല്ലോ അന്ന് ശുശ്രൂഷ പാസ്റ്ററിനോട് ജനം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രസംഗിക്കാവോ എന്ന് പറയും. ഇല്ല, പറയത്തില്ല. കാരണം നിങ്ങളെല്ലാവരും അതിനെ ശുശ്രൂഷയായിട്ട് കാണുന്നു, ഞങ്ങൾ ഇന്ന് ശുശ്രൂഷയായിട്ട് കാണുന്നില്ല. കല്യാണ വേദികളിൽ പലപ്പോഴും ഞങ്ങളെ ഫില്ലേഴ്സ് ആയിട്ടാണ് പലരും കാണുന്നത്. ഒരു പ്രസംഗത്തിന്റെ 2 പ്രസംഗത്തിന്റെ നടുവില് എന്നാ ഇവിടെ ഒരു പാട്ടിരിക്കട്ടെ, അങ്ങനെയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ഞാൻ എന്നെ ദുഃഖിപ്പിച്ച ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിവാഹം നടക്കുമ്പോഴേ
പറയുന്ന സമയത്ത് പാടണം. അതെ. ആ പാടുന്ന സമയത്ത് 2 വരി മുന്നിലേക്ക് പോയാൽ ഈ കല്യാണ ശുശ്രൂഷയെ നിയന്ത്രിക്കുന്ന ആളാരാണോ അത് ദേഷ്യപ്പെടുന്നത്, അവരുടെ നേരെ വല്ലാത്തൊരു ഭാവത്തോടു കൂടി നോക്കുന്നത്. അപ്പം ഈ നമ്മളെ വിവാഹ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് വരുമ്പോൾ പാടുന്ന പാട്ടുകളുണ്ടല്ലോ, ഒരു 4 വരി കൂടുതൽ പോയാൽ അല്ലെങ്കിൽ 8 വരി കൂടുതൽ പോയാൽ ആ നിലയിലുള്ള ഭാവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എന്നെ പലപ്പോഴും അത് വേദനിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ അവർ ചെയ്യുന്ന ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ നമ്മൾ പറയും പോലെ സ്വിച്ചിട്ട് അങ്ങനെ അവസാനിപ്പിക്കുന്ന പരിപാടിയല്ലല്ലോ. പ്രസംഗങ്ങൾ പലതും ദീർഘിപ്പിച്ച് അവസാനിപ്പിക്കുന്നത്. കല്യാണ ശുശ്രൂഷയ്ക്ക് പ്രസംഗങ്ങൾ വലിച്ചു നീട്ടുകയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പലരുടെയും കല്യാണത്തിന് പങ്കെടുക്കുമ്പോൾ പൊതുവിൽ ആളുകളുടെ സംസാരം ഇവരുടെ കല്യാണത്തിനെ വരാൻ പറ്റത്തില്ല എന്നുള്ളത് നമ്മുടെ കല്യാണങ്ങളെ പറ്റി പറയുന്നൊരു കാര്യമാണ്. അപ്പം അതാ നിലയിൽ വളരെ എന്നെയും വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ചില സ്നേഹിതന്മാർക്കൊക്കെ ആ നിലയിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ പറയാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില ഫാമിലീസിനോട് നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ ചിലരത് സീരിയസ് ആയിട്ട് എടുക്കും. നമ്മളത് പറയുന്നതിന് ഓക്കെ മോനെ എന്നാ പാടണ്ട, റിസപ്ഷന് പാടണ്ട, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയും. ചിലർ പറയും നമ്മൾ ഇത്രയും പൈസ തരുന്നതല്ലേ എന്നാ നിങ്ങൾ പിന്നെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ തർക്കത്തിലേക്കില്ല. നമ്മൾ അവിടെ അങ്ങ് നിർത്തുക, ചെയ്യുക, അങ്ങ് പോവുക. പക്ഷെ എല്ലാവരും ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ഇത്രയും പൈസ തരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പല പ്രസംഗകരും അവർ ടീമായിട്ടൊക്കെ വന്ന് ഇത്രയും പൈസ തന്നാലേ ഞങ്ങൾ പ്രസംഗിക്കത്തുള്ളൂ, ഞങ്ങൾ പ്രോഗ്രാമുകൾ നടത്തത്തുള്ളൂ എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന പ്രസംഗകരുണ്ട്. അങ്ങനെ ആ രീതിയിൽ ചെയ്യാറുണ്ടോ? നമുക്ക് പ്രതിഫലം നേരത്തെ പറഞ്ഞാണോ ചെയ്യാറ്? വെഡിങ് ഉറപ്പായിട്ടും വെഡിങ് അല്ല, നമ്മുടെ ആത്മീയ ശുശ്രൂഷകളിൽ ഇല്ല. ഞാൻ കൺവെൻഷൻസിന് ഞാൻ പറയാറില്ല. പണ്ട് പറയുമായിരുന്നു. ഞാൻ സ്റ്റാർ സിംഗർ ഇറങ്ങിയ സമയത്ത് ആളുകൾ ചോദിക്കുമ്പം ഓക്കെ ഒരു ദിവസത്തേക്ക് ഇത്രയാണെന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷെ ഇപ്പം ദൈവം ആ പെർസ്പെക്റ്റീവ് മാറ്റി. കാരണം വിവാഹത്തിന് ഞാൻ പറയും, കല്യാണത്തിന് ഞാൻ പറയും, പക്ഷെ ഒരു കൺവെൻഷന് ഞാൻ പറയത്തില്ല. കാരണം അവിടെ ആരെങ്കിലും ഒരാളെ നമുക്ക് കർത്താവിന് വേണ്ടി നേടാൻ പറ്റിയാൽ അതിന്റെ പ്രതിഫലം ഒന്ന് വേറെ, അതിന്റെ ഉദ്ദേശം വേറെയാണ്. പിന്നെ അതിനു വേണ്ടി ഒരാളെ എടുത്തു വെച്ച് നടത്തുന്ന കൺവെൻഷനാണ് നമ്മൾ ഫുൾ ഓൺ സപ്പോർട്ട് ചെയ്യും. അവിടെ നമ്മളെ പൈസയ്ക്ക് വേണ്ടിയല്ല, നമ്മൾ ചെന്ന് അങ്ങ് ചെയ്തു കൊടുക്കുക. കാരണം അതൊക്കെ ഞാൻ കേട്ട് പഠിച്ചത് പപ്പയുടെ അവരുടെ സ്റ്റോറീസ് ഒക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. അവരൊക്കെ പണ്ട് അവസാനം കൂടെ വരുന്ന മ്യൂസിഷ്യൻസിന് കയ്യിൽ നിന്നെടുത്ത് പൈസ കൊടുത്തിട്ട് തിരിച്ചു വന്ന കഥകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ നടന്ന ദൈവപ്രവൃത്തിയുടെയൊക്കെയും ഒരു ദൈവം ഓണർ ചെയ്യുന്ന രീതിയിലാണ് പിന്നീട് അവരുടെ കുടുംബങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ. അതെ, നമ്മൾ ഈ പാട്ട് എഴുതിയവരുടെയും പിന്നെ പാട്ട് പാടിയവരുടെയൊക്കെ ഒരു ചരിത്രം നമ്മൾ എടുക്കുമ്പോൾ പലരുടെയും ചരിത്രം എടുക്കുമ്പോൾ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകുന്ന അനുഭവങ്ങളാണ്. അത് പാട്ട് എഴുതി ആ നിലയിൽ വെറുതെ അങ്ങ് ഉണ്ടായി വരുന്നൊരു സംഭവമല്ലല്ലോ. അത് വളരെ തിക്തമായ അനുഭവങ്ങളിലൂടെ, വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയി ഒക്കെയാണ് പാട്ട് എഴുതിയതും പാടിയതും അത്തരത്തിലുള്ള പാട്ടുകൾ ഉണ്ടായതുമൊക്കെ. അപ്പോൾ ആ നിലയിൽ വില കുറച്ച് കാണാൻ പറ്റത്തില്ല, ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ഇത് പറഞ്ഞു വരുമ്പോഴേ ഞാൻ ചോദിക്കുന്ന വേറൊരു ചോദ്യം, ഈ സംഗീതം പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, കർണാട്ടിക് സംഗീതം പഠിച്ച കാര്യം പറഞ്ഞു. ഞാനിന്ന് നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ വന്ന് ചോദിക്കാറുണ്ട്, നമുക്ക് പാട്ട് പഠിക്കാൻ പറ്റൂ, അങ്ങനെ എവിടെ പഠിക്കാൻ പറ്റും, എങ്ങനെ പഠിക്കാൻ പറ്റും ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ സത്യത്തിൽ ക്രൈസ്തവരെ വല്ലാതെ കുഴക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്, ഇവിടെ പോയി പഠിക്കുന്നു പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സംഗീതം ഹൈന്ദവ ദൈവശാസ്ത്രം വല്ലാതെ അതിനെ സ്വാധീനിച്ചിരിക്കുകയാണ്. ഇത് ഏത് കലയായിക്കോട്ടെ, എല്ലാ കലയും ഹൈന്ദവ ദൈവശാസ്ത്രം വല്ലാതെ സ്വാധീനിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ക്രൈസ്തവ സംഗീതത്തെ ആ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എന്താ അതിനെന്തെങ്കിലും ഒരു ഉത്തരം പറയാനുണ്ടോ? എന്നെ കുഞ്ഞിലെ പഠിപ്പിച്ച ഒരു സാറുണ്ട്. സാറിന്റെ പേര് ബിനുകുമാർ എന്നാണ് സാറിന്റെ പേര്. സാറ് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. സാറ് ഒരു വിശ്വാസിയാണ്. സാർ അവസാനം ഇങ്ങനത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി അദ്ദേഹം ആക്ച്വലി സംഗീത കോളേജിലൊക്കെ പഠിച്ച് വളരെ വളരെ ടാലന്റഡ് ആയിട്ടും വളരെ അറിവുള്ള പ്രത്യേകിച്ച് കർണാട്ടിക് മ്യൂസിക്കിലും വളരെ അറിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു തീരുമാനം എടുത്തു, ഞാൻ കുറച്ച് കീർത്തനങ്ങളും കുറച്ച് മെറ്റീരിയൽസ് പുള്ളി തന്നെ ചിട്ടപ്പെടുത്തി അദ്ദേഹം പല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പലരും ഉണ്ട് നമ്മുടെ ഫീൽഡിൽ തന്നെ, ക്രിസ്ത്യൻ വേൾഡിൽ തന്നെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കാൻ വേണ്ടി ലിറിക്സ് ക്രൈസ്തവ ബിബ്ലിക്കലായിട്ടുള്ള ലിറിക്സ് എഴുതി അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. ഉണ്ട്.
അത് വളരെ പ്രോത്സാഹനജനകമാണ്. പക്ഷെ അവരെ ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. അത്തരത്തിലുള്ള ഉദ്യമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ തീരൂ. കാരണം നമ്മുടെ കുട്ടികൾ സംഗീതം പഠിക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. എവിടെ പോയി പഠിക്കും, എന്ത് പഠിക്കും, ആര് പഠിപ്പിക്കും, എങ്ങനെ പഠിക്കും എന്നൊരു ചിന്ത അവർക്കുണ്ട്. അതുകൊണ്ട് അവിടെ പലർക്കും ഇപ്പം ഇമ്മാനുവൽ ഹെൻറി കടന്നു പോയതുപോലൊരു അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള പാട്ടുകൾ പാടേണ്ടതായിട്ട് വരുന്നുണ്ട്. പലർക്കും അതിൻ്റെ ഡേഞ്ചർ മനസ്സിലാകുന്നില്ല. ഞങ്ങൾ പോയി പാടുന്നല്ലേ ഉള്ളൂ. അങ്ങനെ പാടുന്നത് കൊണ്ട് അത് ആരാധന അർപ്പിക്കുന്നതാകും. നമ്മൾ അങ്ങനെ പാടുമ്പോൾ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് നമ്മൾ ആ ദേവനെ അല്ലെങ്കിൽ ദേവിയെ സ്തുതിക്കുകയാണ്, ആരാധനകൾ അർപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു അപകടം പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല.